നമസ്തേ. ശ്രീഭദ്ര വാസ്തു ജ്യോതിഷം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണയിൽ കവിഞ്ഞ പ്രായോഗിക ബുദ്ധിയുള്ളവരായിരിക്കും. മിക്കവാറും സുന്ദരന്മാരും തേജസ്വികളുമായിരിക്കും. ഇവരിൽ അധികം പേർക്കും ബാല്യകാലത്ത് തന്നെ മാതാവിനെ വേർപെട്ടു താമസിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ മാതൃമരണമോ സംഭവിച്ചേക്കാം. മാതാവിൽ നിന്നുള്ള സുഖാനുഭവങ്ങൾ കുറവായിരിക്കും. പിതാവിൽ നിന്നും പൂർണ്ണമായും ഗുണാനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കാനിടയില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർ ചെറുപ്പത്തിലെ പരിശ്രമശാലികളായി തീരുന്നതായിട്ട് കാണാൻ കഴിയും. ഇവരുടെ ശരീരപ്രകൃതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒന്നുകിൽ അസാമാന്യമായ പുഷ്ടിയും നീളമുള്ളതുമായ ശരീരപ്രകൃതമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നീളവും വണ്ണവും കുറഞ്ഞ ശരീരപ്രകൃതിയായിരിക്കും. അതുപോലെ തന്നെ സംഭാഷണങ്ങളിൽ കുശലതയും പ്രവൃത്തിയിൽ സാമർഥ്യവും കൂടാതെ മിതമായി ചെലവ് ചെയ്യുന്ന സ്വഭാവവും ഇവരുടെ പ്രത്യേകതയാണ്. എന്നാൽ ചിലർ ധാരാളികളായും കണ്ടുവരുന്നുണ്ട്. ഇവർ ഭാര്യപുത്രാദികളോട് താല്പര്യമുള്ളവരാണെങ്കിലും ഇവരുടെ സുഖജീവിത നിഷ്ഠ ഇവരുടെ ജീവിതത്തെ സാരമായി ബാധിക്കാറുണ്ട്. ചിലർക്ക് പരസ്ത്രീ ഗമനാസക്തിയും മദ്യസേവാ താല്പര്യവും ഉണ്ടായിരിക്കും. ഇവയൊന്നും തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരനാക്കുന്ന നിലയിൽ എത്തപ്പെടാറില്ല. ആവശ്യത്തിൽ കവിഞ്ഞ് ആരെയും വകവച്ചു കൊടുക്കുന്നവരല്ല ഈ കൂട്ടർ. വിധേയത്വമെന്നത് ഇവർക്ക് ആത്മഹത്യാപരമാണ്. ഈശ്വരവിശ്വാസികളാണെങ്കിലും അന്ധമായ മതവിശ്വാസമോ ആചാരങ്ങളോ അതേപടി വിശ്വസിക്കുന്നവരല്ല. കാഴ്ചയിൽ ഇവർ വിനയമില്ലാത്തവരാണെന്ന് തോന്നുമെങ്കിലും വിനയവും മിതസ്വഭാവവും ഇവർക്കുണ്ടായിരിക്കും. മിക്കവാറും ഉറപ്പും ആരോഗ്യവുമുള്ള ശരീരപ്രകൃതിക്കാരായ ഇവർക്ക് പറയത്തക്ക രോഗപീഠകളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. വാതരോഗവും ശ്വാസകോശ രോഗവും വന്നു ഭവിക്കാനിടയുണ്ട്. ഉത്തരവാദിത്വമുള്ള ഉദ്യോഗങ്ങളിലും ചിട്ടി ബാങ്കിങ് മേഖലകളിലും ഇവർ ശോഭിച്ചു കാണുന്നു. അതേപോലെ തന്നെ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും ഇങ്ങനെയുള്ള ഫലങ്ങൾ വന്നു ചേരാം. ഇവരുടെ സംഭാഷണങ്ങളും ഇവരുടെ ആകൃതിയും ഹൃദ്യമായിരിക്കും. കുടുംബഭരണത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും ഇവർ വളരെയധികം ശോഭിച്ചു കാണുന്നു. ഭർതൃഭക്തി ഇവരിൽ കൂടുതലായിരിക്കും. കുലീനത വിളിച്ചറിയിക്കുന്ന മുഖശ്രീ ഇവർക്കുണ്ടായിരിക്കും. ആഭരണങ്ങളും മറ്റ് അലങ്കാരങ്ങൾ കൊണ്ടോ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന കാര്യത്തിൽ ഇവർക്ക് താല്പര്യമുണ്ടായിരിക്കത്തില്ല. ഇവർ ഈശ്വരവിശ്വാസികളും പുണ്യകർമ്മങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. തൃക്കേട്ട, പൂരാടം, തിരുവോണം, രോഹിണി, മകം ഈ നാളുകാരുമായി വിശാഖം നക്ഷത്രക്കാർക്ക് ഒരു ഇടപാടുകളും പാടില്ല. ഇവരുടെ ദശാനാഥൻ വ്യാഴമാണ്. വ്യാഴദശയിലാണ് ജനനം. തുടർന്ന് ശനിദശ, ബുധദശ, കേതുദശ, ശുക്രദശ, സൂര്യദശ ഇങ്ങനെയാണ് ദശാകാലങ്ങൾ കടന്നു പോകുന്നത്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ജനന സമയത്തെ ഗ്രഹസഞ്ചാരമനുസരിച്ച് മാറ്റങ്ങൾ വരാം. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.